കോൺക്ലേവ് നടത്തിയത് വഴി സർക്കാരുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അത് കോൺഗ്രസിന് വലിയ നഷ്ടമല്ലേ? അങ്ങനെ ഒരു ഞാൻ NSSന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ ഞാൻ വായിച്ചു നോക്കി. NSS എന്നും മതേതര നിലപാട് എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. RSSനെയോ BJPയോ ഇന്ന് വരെ NSSന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാത്ത നിലപാടുള്ള പ്രസ്ഥാനമാണ് NSS. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഗവൺമെൻറ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഞങ്ങളെടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ? ശ്രീ നാരായണ പണിക്കർ സാറുള്ള കാലം മുതൽ NSS എടുത്ത നിലപാട് സമദൂര നിലപാടാണ്. ആ നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിനോടൊപ്പം പോകുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചായുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അസ്ഥാനത്താണ്. അത് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില നിശ്ചിത താല്പര്യക്കാരും അങ്ങനെ ഒരു പ്രചരണം അഴിച്ചു വിടുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു മിനിറ്റ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ആവർത്തിച്ച് ഇന്നലെയും NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു, സമദൂരം തന്നെയാണ്. ഇതിനകത്ത് ശബരിമലയുടെ കാര്യത്തിൽ അവർക്കൊരു നിലപാടുണ്ട്, അവർക്ക് ആ നിലപാടുണ്ടായിക്കോട്ടെ. അത് UDF എടുത്ത നിലപാട് മറ്റൊന്നാണ്. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ബോയ്ക്കോട്ട് പറഞ്ഞില്ല. ഞങ്ങൾ വിചാരിച്ചു ഗവൺമെൻറ് മറുപടി പറയുമ്പോൾ യുക്തമായ തീരുമാനം എടുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു ശബരിമലയുടെ കാര്യത്തിൽ അവർക്ക് പണ്ട് തൊട്ടേ അവർക്ക് താല്പര്യമുള്ള വിഷയമാണ്. അവർ ആ വിഷയത്തിൽ അവർ ഗവൺമെൻറ് എടുത്ത നിലപാടിനോടൊപ്പം നിന്നു. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായ നിലപാടുകൾ മാറി എന്നുള്ളതല്ല എന്നാണ് ഇതുമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് NSSന്റെ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഇതിൽ നിന്ന് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കെന്നും NSSുമായിട്ടും SNDPയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണുള്ളത്. എല്ലാ സമുദായ സംഘടനകളുമായും UDFന് നല്ല ബന്ധമാണുള്ളത്. ഞങ്ങൾ ഒരു സമുദായ സംഘടനകളെയും മാറ്റി നിർത്തിയിട്ടില്ല, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ്റാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് ആരാണ്? അതിനുവേണ്ടി പോലീസിനെ കൊണ്ടുപോയത് ആരാണ്? ഇപ്പോൾ എഫിഡവിറ്റ് തിരുത്താതെ നവോത്ഥാനത്തിന് വേണ്ടിയാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന ആരാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ വ്യക്തമാണ്, UDF എടുത്ത നിലപാട് വളരെ വ്യക്തമാണ്. കേരള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാപട്യം കാണിക്കുകയാണ്. ഒരു കപട ഭക്തനെ പോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. അദ്ദേഹത്തിന് ശബരിമലയും താല്പര്യമില്ല, അയ്യപ്പൻ്റെ കാര്യത്തിലും താല്പര്യമില്ല, അദ്ദേഹത്തിന് വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് പുതിയ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഭക്തജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശ സമയത്ത് നിലപാട് തെറ്റിപ്പോയെന്ന് ആദ്യം പറയുന്നത് NSS ആണ്. നാമജപ സമരം തുടങ്ങിയ അവരാണ്. ആ NSS തന്നെ പറയുന്നു, ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു, ഇപ്പോൾ ആ നിലപാട് തിരുത്തി CPM മുഖ്യമന്ത്രിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസ് നിലപാട് അതിൽ ശരിയല്ലാതെ അവർ പറയുന്നുമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് ആത്മാർത്ഥമില്ലെന്ന് പറയുന്നുണ്ട്. അല്ല, അത് പറയട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വശമാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് മാറ്റിയിട്ടില്ല. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ കേസ് പിൻവലിച്ചിട്ടില്ല. പിന്നെ എന്താ ആത്മാർത്ഥതയാണ് ഗവൺമെൻറ്റിനുള്ളത് ഭക്തജനങ്ങളോട്? ഒരാത്മാർത്ഥതയില്ല. അവർക്ക് കപടതയാണ്. അവർക്ക് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്നൊരു തന്ത്രമാണിത്. പക്ഷേ NSSയുടെ നിലപാടെടുത്തു. ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല, അവർക്ക് നിലപാടെടുക്കാം. പക്ഷേ അത് രാഷ്ട്രീയ മാറ്റമായി ആരും കാണണ്ട. കാരണം NSS ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഞങ്ങൾ സമദൂരത്തിലാണ്. ആ സമദൂരം പണ്ട് മുതലേ ഉള്ളതാണ്. ആ സമദൂരം ഇപ്പോഴും നിൽക്കുന്നു എന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. UDFന് അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രയാസവും. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ മതപരമായി ജാതീയമായി ആളുകളെ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇപ്പം നേരത്തെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയാണ് നിന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
ഞങ്ങൾ തികഞ്ഞ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു മുന്നണിയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷവും വേണം, ന്യൂനപക്ഷവും വേണം, എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം വേണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മതേതര നിലപാടാണ് ഈ കാര്യത്തിൽ എല്ലാം ഉള്ളത്. അല്ല, ശബരിമലയുടെ കാര്യത്തിൽ അവർ പണ്ടുപോലെ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എടുത്ത നിലപാട്. അവർക്കെടുക്കാം. പക്ഷേ രാഷ്ട്രീയമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരുന്നതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ അത് നേരിടേണ്ടി വരില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ നാമജപ ഘോഷയാത്രയിലെ കേസ് പിൻവലിച്ചില്ല? എൻ്റെയും ദിവംഗതനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും പേരിൽ കേസുണ്ടായിരുന്നു. ഞങ്ങൾ പമ്പയെ സമരം ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ കേസ് പിൻവലിച്ചില്ല. ഞങ്ങൾ കോടതിയിൽ പോയി, അദ്ദേഹം മരിച്ചിട്ട് പോലും കേസ് പിൻവലിച്ചില്ല. റാന്നി കോടതി ഞങ്ങളുടെ കേസ് തള്ളിക്കളയാണ് ഉണ്ടായി, ഞങ്ങൾക്കെതിരായ കേസ് തള്ളിക്കളയുണ്ടായി. അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ NSS അവരുടെ നിലപാടെടുത്തതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് സമദൂരം തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സമദൂരത്തിന് ശരിദൂരമുണ്ട്. അത് ശരിദൂരം എന്താണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അത് പറഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ. അങ്ങനെ ആ വെള്ളം അങ്ങ് CPM അങ്ങ് വെച്ചാൽ മതി. ആ വെള്ളം ഇവിടെ വേവത്തില്ല. അല്ല, കഴിഞ്ഞ തവണ അവർ ന്യൂനപക്ഷ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുഴുവൻ ഫലസ്തീന് വേണ്ടിയായിരുന്നു. ഇപ്പൊ ഫലസ്തീന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എവിടെ നടക്കുന്നത്? അതൊക്കെ ഞങ്ങൾ ഈ ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അത് നടത്തുന്നത്, ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. അതിനുശേഷമാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിവരമില്ലാത്തവരൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മുഹൂർത്തത്തിൽ ഇതൊക്കെ ഈ കോൺക്ലേവുകൾ എന്തിനാണ് നടത്തുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. ആ വെള്ളം ഒന്നും അങ്ങ് വാങ്ങി വെച്ചാൽ മതി, ഇതൊന്നും നടക്കാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതാണല്ലോ, നിങ്ങളിലൂടെയാണല്ലോ ഞങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ. വരട്ടെ.